നമസ്കാരം. ചികിത്സാ പിഴവ് കൊണ്ട് എത്ര പേരെ കൊന്നാലും, എന്തൊക്കെ അബദ്ധങ്ങൾ പറ്റിയാലും, എത്ര പേര് മരിച്ചാലും, ഇനി ചികിത്സ ഇല്ല എന്ന് അവർ തന്നെ വിധി എഴുതിയിട്ടുള്ള രോഗങ്ങൾ ചികിത്സിച്ച് കൊളമാക്കി വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളെ അല്ലെങ്കിൽ രോഗികളെ കാലകുരിക്ക് അയച്ചാലും അവരെ സംരക്ഷിക്കാനും അവരെ ന്യായീകരിക്കാനുമാണ് ഇവിടെ നമ്മുടെ നിയമ സംവിധാനങ്ങളും ബന്ധപ്പെട്ട വകുപ്പും ഉള്ളത് എന്നത് വളരെ ഖേദകരമാണ്. എത്ര പേരാണ് ഒരു ദിവസം മരണപ്പെടുന്നതെന്നറിയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം റാന്നി മാർത്തോമ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി, ഒരു UKG വിദ്യാർത്ഥി ആരോൺ വർഗീസ്, റാന്നി കരകുളം KK വിജയൻ ഷേർലി ദമ്പതികളുടെ മകനാണ്. 5 വയസ്സുള്ള കുട്ടി സ്കൂളിൽ ഓടിക്കളിച്ച് നടന്നപ്പോൾ വീണിട്ട് കൈക്കുഴ തെറ്റി, കൈക്ക് അതിന്റെ പൊട്ടലോ അല്ലെങ്കിൽ ഒടിവൊന്നുമില്ല. അത് ആശുപത്രി തന്നെ പറയുന്നുണ്ട്, പൊട്ടലും ഒടിവൊന്നുമില്ല. ഒന്ന് എല്ല് ജോയിന്റ് ഒന്ന് വിട്ടതാണ്, ശരിയാവും, വളരെ പെട്ടെന്ന് ശരിയാവും എന്ന്. അത് ചികിത്സിക്കാൻ എന്ന വണ്ണം അവിടെ ചികിത്സിച്ച് എന്തോ ചെയ്തു, കുട്ടി മരണപ്പെട്ടു നിമിഷ നേരം കൊണ്ട്. പറയുന്നത് കാർഡിയാക് അറസ്റ്റ് എന്നാണ്. എന്തെങ്കിലും ഒരു പേരിട്ടിട്ട് ആളെ അങ്ങോട്ട് കൊന്നിട്ട് മറ്റുള്ളവർ സഹിച്ചോണം. ഞാൻ 1-2 കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ച കാരണത്താൽ ഒരാൾ മരണപ്പെട്ടു, ഒരു സ്ത്രീ മരണപ്പെട്ടു. വീട്ടിൽ പ്രസവിക്കുന്ന ആദ്യമായിട്ടൊന്നുമല്ല, അവരുടെ ബാക്കി 3 പ്രസവങ്ങളും വീട്ടിലാണ്. ഇപ്പോഴും ധാരാളം വീട്ടിൽ പ്രസവം നടക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ചില കുടുംബങ്ങളിൽ എല്ലാ കുട്ടികളും വീട്ടിലാണ് പ്രസവിക്കുന്നത്. ഇപ്പോഴും അതെ. ഇതിൽ ബന്ധപ്പെട്ട പ്രസവം എടുത്തിട്ടുള്ള ആ സ്ത്രീ തന്നെയാണ് ഇവരുടെയൊക്കെ ആ പ്രസവം എടുത്തിട്ടുള്ളത്. ഒന്നും സംഭവിച്ചിട്ടില്ല. അതായത് പ്രസവം എന്ന് പറയുന്നത് ഇവിടെ അലോപ്പതി ആശുപത്രികൾ വന്നതിന് ശേഷം തുടങ്ങിയ ഒന്നല്ല. അത് മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ നടക്കുന്നൊരു കാര്യമാണ്. മറ്റു ജീവജാലങ്ങളും അത് തന്നെ, സസ്തനികളായിട്ടുള്ള മുഴുവൻ ജീവജാലങ്ങളും അത് ചെയ്യുന്നുണ്ട്. അത് പ്രകൃതി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രതിഭാസമാണ്, ഒരു സംഭവമാണ്. അത് പ്രത്യേകിച്ച് ഒരു ചികിത്സയോ കാര്യങ്ങളോ ആവശ്യമില്ല. എന്നിരിക്കെ ഇപ്പൊ ഈ ആധുനിക കാലത്ത്, ആധുനിക സമയത്തിൽ ഒരു റിസ്ക് എടുക്കണ്ട എന്ന് കരുതി പലരും ആശുപത്രി പോണതാണ്. എന്നിട്ടും ഒരു മരണം സംഭവിച്ചപ്പോൾ അത് വലിയൊരു സംഭവമാക്കി, അശാസ്ത്രീയ ചികിത്സ അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കോലാഹലമുണ്ടാക്കിയ മാധ്യമങ്ങളും മറ്റ് അനുബന്ധ ആൾക്കാരും അലോപ്പതിന്റെ ആൾക്കാരും ഒക്കെ നമ്മളിവിടെ കണ്ടതാണ്. ഇതിനു മുമ്പ് പേപ്പട്ടി വിഷവുമായി ബന്ധപ്പെട്ടിട്ട് എത്ര പേരാണ് ഒരു ദിവസം മരിച്ചത്. ചികിത്സാ പിഴവുകൊണ്ട് കഴിഞ്ഞ ദിവസം രാജഗിരി ആശുപത്രിയിൽ ഒരു മരണം നടന്നു. അതുപോലെ മറ്റു പല ആശുപത്രികളിലും നടക്കുന്നുണ്ട്. ഈ ആശുപത്രികൾ, അലോപ്പതി ആശുപത്രികളിൽ ചികിത്സാ പിഴവും മറ്റും കാരണം മരണപ്പെടുന്നവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലായത്? 2020 നമ്മൾ കൊറോണ സമയം എടുത്തത് പരിശോധിച്ച് നോക്കിയാൽ മതി. കൊറോണ സംബന്ധിച്ച് ആരും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, ആശുപത്രിയിലേക്ക് രോഗികൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ, എത്ര വലിയ സാഹചര്യമാണെങ്കിലും വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ രോഗികൾ മരണപ്പെടുന്നത്, ആശുപത്രിയിൽ മരണപ്പെടുന്നത് ഗണ്യമായി കുറഞ്ഞിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. അവർ ഒറ്റ കാര്യം മതി, ഇവിടെ നടക്കുന്ന, ആശുപത്രിയിൽ നടക്കുന്ന മരണങ്ങൾ വലിയൊരു ശതമാനം ചികിത്സാപ്പിഴവാണ്, അല്ലെങ്കിൽ അമിതമായ മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ്, മറ്റു കാര്യങ്ങൾ അങ്ങനെയൊക്കെ. എൻ്റെ ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ കാല് ഒന്ന് മടങ്ങി പരപ്പനങ്ങാടിയിലുള്ള ക്യാൻസറൊക്കെ ചികിത്സിക്കുന്ന ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടു ചെന്നപ്പോൾ അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. പണ്ടൊക്കെ നമുക്കറിയാം, വൈദ്യന്മാരും ഇവരും ഒക്കെ ഇതിനെ നേരെ പിടിച്ച് ഒന്ന് കെട്ടി അങ്ങ് കൊടുക്കും. 1-2 ആഴ്ച കഴിയുമ്പോൾ അതങ്ങ് മാറും. അതറിയുന്ന ഗുരുക്കന്മാരും ആയുർവേദ വൈദ്യന്മാരും ഒക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അവരെ ചികിത്സ ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവരത് സർജറിയാക്കി ആകെ കുളമാക്കി. അതിനുശേഷം നടന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതിനു മുമ്പ് വീഡിയോക്ക് വെച്ചിട്ടുണ്ട്. എൻ്റെ മകൻ എറണാകുളത്ത് നിന്ന് പരിക്ക് പറ്റിയിട്ട് വിരലിന് പരിക്ക് പറ്റി വന്നു. അയാളുടെ വിരലിൻ്റെ ജോയിന്റ് അല്ല, സെൻട്രൽ ഭാഗത്ത് ഒരല്പം ചെറിയൊരു സ്ക്രാച്ച് വേണമെന്നാണ്. അത് അവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്നു. അലോപ്പതി ആശുപത്രി തന്നെയാണ് ചെന്നപ്പോൾ ഡോക്ടർ എക്സ്റേ എടുത്തു, പരിശോധിച്ചു. കുഴപ്പമില്ല, ചലിപ്പിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് രണ്ടും കൂടി പിടിച്ച് ചുറ്റിക്കെട്ടിക്കൊടുത്തു. അതായത് മറ്റേ വിരലുമായി ചേർത്ത് ലോക്ക് ചെയ്ത് കൊടുത്തു പറഞ്ഞു വിട്ടു. 4 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഈ 4 ദിവസം കഴിയുമ്പോൾ ആശാൻ ഇവിടെയാണ്. അങ്ങനെ നല്ലൊരു വിദഗ്ധനായ ഒരു എല്ലുരോഗ വിദഗ്ധനെ എവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഈ ബന്ധപ്പെട്ട ഈ സർജറി ആശുപത്രിയിൽ തന്നെ ചെന്നു. 4 ദിവസം മുമ്പുള്ള എക്സ്റേ ഒന്നും പോരാ, അപ്പൊ തന്നെ എക്സ്റേ എടുക്കണം. ആ എക്സ്റേ ഒക്കെ എടുത്തു കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ മുഖത്തേക്കും എൻ്റെ മകന്റെ മുഖത്തേക്കും ഒക്കെ മാറി മാറി നോക്കുന്നുണ്ട്. അയാള് പേന കൊണ്ട് ഈ സ്ലിപ്പിൽ, അതായത് നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയോ എഴുതുന്നുണ്ട്, മുകളിൽ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. നമുക്കറിയാം, ഈ ഉടായ്പ കാണിച്ചുള്ള എഴുത്തുണ്ടല്ലോ, ഉടായ്പ എഴുത്ത്, എന്താണ് എഴുതാൻ അറിയാനില്ലാതെ എഴുതാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ എഴുതുന്നത് കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു ഉടായ്പാണെന്നുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, സർജറി വേണം,
ഇല്ല എന്നുണ്ടെങ്കിൽ മടങ്ങിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ പോകും എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു സംശയമൊന്നും, ഞങ്ങൾ രണ്ടുപേരും മുഖാമുഖം നോക്കി. ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അത് ജോയിന്റിൽ പൊട്ടുമ്പോഴാണ്. ഈ സെൻട്രലിൽ പൊട്ടുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ പോകുന്നതെന്ന് ഞങ്ങൾക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല. ഏതായാലും ഞങ്ങൾ ആ പ്രിസ്ക്രിപ്ഷൻ അവിടെ തന്നെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ചികിത്സ വേണ്ട എന്ന് വെച്ചു. തൊട്ടടുത്ത ദിവസം എൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ ഒരു ആശുപത്രി, ഒരു ക്ലിനിക്കിലേക്ക് ചെന്നു. അവിടെയും എല്ലുരോഗ വിദഗ്ധൻ വന്നിരുന്നു. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, സാരമില്ല, ഇതിപ്പോൾ ഇന്നലെ എടുത്ത എക്സ്റേ അല്ലേ, സാരമില്ല, ഇതൊന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യണ്ട, നിങ്ങളൊന്നും ചെയ്യേണ്ട, വിരൽ അനക്കാതെ ഒന്ന് വെച്ചിരുന്നാൽ മതി, ഒരു 1-2 ആഴ്ച കൊണ്ട് ശരിയായിക്കോളും എന്ന്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അവിടെ സർജറിയാണ്, സർജറി ചെയ്യണം, അതായത് അനങ്ങിക്കഴിഞ്ഞാൽ സർജറി ചെയ്യണം. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആരോണിനെ സംബന്ധിച്ചിടത്തോളം ഓടി വീണ് നമ്മൾ ഈ കെണുപ്പ് തെറ്റി എന്നൊക്കെയാണ് പറയാം. അത്ര നിസ്സാരമായൊരു സംഗതി തന്നെയാണത്. ഇവർക്കത് വലിയ ഒരു മാരക രോഗമായി വരുന്നെങ്കിലും നല്ല ഒരു കുരുക്കൾ, നല്ലൊരു ആയുർവേദ വൈദ്യൻ അവർക്കത് എളുപ്പത്തിൽ സാധിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് തൈലമൊക്കെ ഇട്ട് പിടിച്ച് കെട്ടി റെഡിയാക്കി കൊടുക്കും. പണ്ട് നമ്മളൊക്കെ അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ കൈയൊക്കെ തെറ്റിയിട്ടുണ്ട്, എൻ്റെ കാലിൻ്റെ മടമ്പ് തെറ്റിയിട്ടുണ്ട്, അപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും, എൻ്റെ 14 വയസ്സിന് ശേഷം ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്ന് വിധിയെഴുതിയ വൈദ്യശാസ്ത്രത്തിനെതിരെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതുപോലെ അവരുടെ ശാസ്ത്രപ്രകാരം ഏതാണ്ട് 10-20 വർഷം മുമ്പ് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ജീവിച്ചിരിപ്പോലുമില്ല. എൻ്റെ പ്രേതമാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല. അതായത് എല്ലാവർക്കും ശരാശരിയായിട്ട് കണക്ക് കൂട്ടരുത്. എല്ലാ ട്രീറ്റ്മെന്റും എല്ലാവർക്കും വേണ്ട. ഇപ്പൊ കച്ചവടമാണ്. കച്ചവടമായതുകൊണ്ട് അത് സർജറിയാക്കി മാറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടിയിട്ടോ മെഡിസിൻ കുത്തിവെച്ചിട്ട്, അതായത് അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ടാവും ആ കുട്ടിക്ക്, അത് ഓവർഡോസ് ആയിട്ടുണ്ടാവും, അങ്ങനെ അത് മരണപ്പെട്ടുണ്ടാവും. അതാണ് എനിക്ക് തോന്നുന്നത്. തൊട്ടതും പിടിച്ചതിനുമൊക്കെ അനാവശ്യമായി മരുന്നുപയോഗിച്ച് അനാവശ്യ ചികിത്സകൾ നടത്തി അനാവശ്യമായി സർജറികൾ നടത്തി കൊല്ലുകയാണ്. അതായത് ആശുപത്രികൾ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ സ്ഥാപനങ്ങൾ, അലോപ്പതി ആശുപത്രികൾ ഇന്ന് പഞ്ചനക്ഷത്ര കൊലപാതക സെന്ററുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിലവിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാകുന്നത്. അതിൻ്റെ ഞാൻ അറിയുന്ന അവസാനത്തെ ഇരയാണ് റാന്നി കരകുളത്തെ ഈ ആരോൺ വർഗീസ് എന്ന് പറയുന്ന 5 വയസ്സുകാരൻ. നല്ല ഒരു വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ, അയാൾ ഒന്ന് വലിച്ച് ഒന്ന് വിട്ട് ഒന്ന് സെറ്റാക്കി ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒരാഴ്ച കൊണ്ട് ശരിയായതിനെ ആ കുട്ടി ഇന്നും നടന്നേനെ. ഇവിടെ നമ്മുടെ ആരോഗ്യമന്ത്രി, മറ്റുള്ള വകുപ്പ് ഇവരെല്ലാവരും പഠിപ്പിക്കുന്നത് ശാസ്ത്രീയ ചികിത്സ തന്നെ വേണമെന്നാണ്. എന്താണ് ശാസ്ത്രീയ ചികിത്സ? എന്ത് രോഗമായാലും എന്ത് അവസ്ഥയായാലും അതിനെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനെയാണ് ശാസ്ത്രീയ ചികിത്സ എന്ന് പറയുന്നത്. അതിനാവശ്യമായ മരുന്ന് എന്താണോ വേണ്ടത്, മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ ആ മരുന്ന് അത് ഭേദപ്പെടുന്നതിന് കൊടുക്കുന്നതിനെയാണ് ശാസ്ത്രീയ ചികിത്സ എന്ന് പറയുന്നത്. അല്ലാതെ കിട്ടുന്നതിനെ മുഴുവൻ ചികിത്സിച്ചും ആവശ്യമില്ലാത്ത മരുന്ന് തീറ്റിച്ചും അനാവശ്യമായി ബില്ലെഴുതിയും അനാവശ്യമായി സർജറി ഉണ്ടാക്കിയും മരിച്ചവരെ വെന്റിലേറ്റർ ഇട്ടും അങ്ങനെയൊന്നുമല്ല. അതൊന്നുമല്ല ശാസ്ത്രീയം എന്ന് പറയുന്നത്. ചികിത്സയെ നമുക്ക് അംഗീകരിക്കാം, പക്ഷെ ഇതിനെ കൊള്ള എന്ന് പറയാൻ പറ്റുള്ളൂ. കൊന്നുകൊണ്ട് കൊള്ളയടിക്കുന്ന കൊലയറകളായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ പറയുന്ന പഞ്ചനക്ഷത്ര കൊലയറകൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആരോഗ്യ വകുപ്പും ഇവിടെ നല്ല നാട്ടുവൈദ്യന്മാരുണ്ട്, നല്ല ഗുരുക്കന്മാരുണ്ട്. വല്ല പൊട്ടലോ സ്ക്രാച്ചോ ഉണ്ടെന്നുള്ള എക്സ്റേ എടുത്ത് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും. അങ്ങനെയുള്ളതിൽ പ്ലാസ്റ്റർ ചെയ്യാൻ അലോപ്പതി ആശുപത്രിയിലേക്ക് പോട്ടെ. സർജറി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് അലോപ്പതി ആശുപത്രി തന്നെ ചെയ്യട്ടെ, അത് ഇവർ ചെയ്യണ്ട. പക്ഷെ അവർ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പനിക്ക് ചികിത്സിക്കാൻ പാടില്ല, പേപ്പട്ടി വിഷത്തിന് ചികിത്സിക്കാൻ പാടില്ല, ക്യാൻസറിന് ചികിത്സിക്കാൻ പാടില്ല, കൊറോണയ്ക്ക് ചികിത്സിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കൊറോണയ്ക്ക് ചികിത്സ അലോപ്പതിയിലില്ല, ക്യാൻസറിന് ചികിത്സ അലോപ്പതിയിലില്ല, പേപ്പട്ടിക്ക് വിഷത്തിന് ചികിത്സ അലോപ്പതിയിലില്ല. വാക്സിനേ ഉള്ളൂ. പേ ഇളകി കഴിഞ്ഞാൽ ഒരു ചികിത്സയുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ചികിത്സയില്ല എന്നിരിക്കെ മറ്റു വിഭാഗങ്ങൾ ചികിത്സ ഉണ്ട് എന്നിരിക്കെ അവയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കെണുപ്പ് തെറ്റിയ ഒരു വിഷയം, കോലം തെറ്റിയ ഒരു വിഷയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൈദ്യർക്ക് ഈസിയായി അത് പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ, ഈ കച്ചവടത്തിന്റെ ഒരു രീതി ഉണ്ടല്ലോ, ജീവൻ വെച്ചുള്ള കളി, മറ്റുള്ളവരുടെ ജീവന് യാതൊരു വിലയും കൊടുക്കാതെ അവരുടെ മുതൽ പിടിച്ചു പറിക്കാനുള്ള ഒരു ത്വര, അത് ഒരല്പം നമ്മുടെ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട നമ്മളെ ഭരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി ചൂണ്ടുവിരൽ മഷി പുരട്ടി അങ്ങോട്ട് അയച്ച ആൾക്കാരുണ്ടല്ലോ, അവരൊരല്പം ഓർത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ 5 വയസ്സുകാരൻ ഇന്ന് ജീവനോടെ ഇവിടെ ഉണ്ടായേനെ. അവൻ മാത്രമല്ല, പലരും, ധാരാളം പേർ നമ്മുടെ കൂടെ ഇന്ന് ജീവിക്കേണ്ടിയിരുന്ന പലരും ഇന്നും ജീവനോടെ നമ്മോടൊപ്പം ഉണ്ടായേനെ. Different angles. Don't forget to subscribe and support this channel.